ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ ഒരു മാസം താമസിക്കാൻ എത്രത്തോളം എക്സ്പെൻസ് ആവും എന്നതിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് റെന്റൽ ഹൗസിനെ പറ്റിയാണ് കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും ആദ്യം തന്നെ വേണ്ടത് താമസിക്കാൻ ഒരു ഹൗസ് ആണല്ലോ. അപ്പം റെന്റിന് വീട് എടുക്കുന്നതിന്റെ എക്സ്പെൻസിനെ പറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം റെന്റിന് വീട് എടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏത് സ്ഥലത്താണ് എടുക്കുന്നത്, എങ്ങനെയുള്ള വീടാണ് എടുക്കുന്നത്, എത്ര ബെഡ്റൂം ഹൗസ് ആണ് എടുക്കുന്നത് എന്നൊക്കെ ബേസ് ചെയ്തിരിക്കും അതിന്റെ റെന്റ് വരുന്നത്. അപ്പൊ UK-നൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇവിടെയാണ് റെന്റ് കൂടുതൽ. പക്ഷെ റെന്റ് കൂടുതലാണെങ്കിലും ഇവിടുത്തെ വീടുകൾക്ക് കുറച്ചും കൂടി സൗകര്യവും കുറച്ചുകൂടി വലിപ്പവും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. UK-ലെ വീടുകൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട്, അതായത് റെന്റ് കുറഞ്ഞ വീടുകളാണെങ്കിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടുകളായിരിക്കും. പക്ഷെ ഇവിടെ എത്ര റെന്റ് കുറഞ്ഞ വീടാണെങ്കിലും ഒരു മിനിമം സൈസ് എല്ലാ വീടുകൾക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു മിനിമം റെന്റ് എന്ന് പറയുന്നത് ഒരു $460 ആണ്. ഇവിടെ റെന്റ് അടയ്ക്കുന്നത് മന്ത്ലി അല്ല, വീക്ക്ലി ആണ്. അപ്പൊ $460 പെർ വീക്ക് ആണ് ഇവിടെ ഒരു മിനിമം റെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു മാക്സിമം വരുമ്പം 800, 900 എത്ര വേണമെങ്കിലും പോകാം. പക്ഷെ നമുക്ക് സാധാരണ ഒരു 3 ആൾക്ക് അല്ലെങ്കിൽ 4 ബെഡ്റൂം റൂമുള്ള വീടാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏകദേശം ഒരു 460 to 600, മാക്സിമം ആണ് 600, അതിനുള്ളിൽ നമുക്ക് വീട് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ റെന്റിന്റെ കാര്യം പറഞ്ഞത് ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെ ബേസ് ചെയ്താണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഇതേ റെന്റൊന്നും ആയിരിക്കത്തില്ല സിഡ്നി പ്രോപ്പർ ആയിട്ടുള്ള സിറ്റികളിൽ താമസിക്കുന്നവർക്ക്. ഇപ്പൊ സിഡ്നി, മെൽബൺ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ റെന്റൊക്കെ ഒരുപാട് വ്യത്യാസമായിരിക്കും. ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനെ മാത്രം കമ്പയർ ചെയ്തിട്ടാണ്. എന്നാലും ഏകദേശം ഒരു ധാരണ കിട്ടാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എവിടെ ചെന്നാലും ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാലും വീക്ക്ലി ആയിരിക്കും റെന്റ് പേ ചെയ്യേണ്ടത്. ഏകദേശം ഒരു റേഞ്ച് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ മിനിമം റെന്റായ 450 അല്ലെങ്കിൽ മാക്സിമം ആയ ഒരു 600 എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം ഒരു 25,000 to 35,000 പെർ വീക്കാണ് നമ്മളിവിടെ റെന്റ് പേ ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ആകെ ടെൻഷൻ ആവും. അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാതെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലെ പൈസയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് എക്സ്പെൻസ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ സാലറി വരുമ്പം സാലറിയും അതിനനുസരിച്ച് ഇവിടെ കൂടുതലുണ്ട്. അപ്പം നമ്മളത് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ. അപ്പം നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ഞാൻ ചെയ്യുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് റെന്റിന്റെ കാര്യം മാത്രം പറയുന്നതേ ഉള്ളൂ. കാരണം അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഈച്ച് ആൻഡ് എവറി കാര്യത്തിന് നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്തു പോകും. ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി, ഇന്ത്യയിൽ നിന്ന് മാറി വേറെ ഏത് രാജ്യത്ത് പോയാലും എന്ത് പൈസന്റെ കാര്യം വന്നാലും നമ്മൾ ആദ്യം അത് നമ്മുടെ നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും. ആദ്യമൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ കൺവേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബാക്കിയുള്ള എക്സ്പെൻഡിച്ചറിൽ ഞാൻ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുന്നില്ല. റെന്റിന്റെ കാര്യം മാത്രം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മിനിമം 25,000 അല്ലെങ്കിൽ മാക്സിമം എത്ര വേണമെങ്കിലും പോകാം. എന്നാലും ഞാൻ പറഞ്ഞ ഒരു 3-4 ബെഡ്റൂം ഒക്കെ ഉള്ള വീടിന് ഒരു $600 കിട്ടും. അപ്പം 25,000 to ഒരു 35,000 പെർ വീക്ക് കൊടുക്കേണ്ട രീതിയിലാണ് ഇവിടുത്തെ റെന്റ് വരുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് യൂട്ടിലിറ്റി ബില്ലാണ് കേട്ടോ. യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുമ്പം അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നത് ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ ഗ്യാസിന്റെ ബില്ല്, പിന്നെ വാട്ടർ ബില്ല്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ മന്ത്ലി അല്ല വരുന്നത്, 3 months കൂടുമ്പോഴാണ് വരാറ്. അപ്പം ഇവിടെ റെന്റിന് താമസിക്കുമ്പോൾ തന്നെ കൂടുതലും വാട്ടർ ബിൽസ് ലാൻഡ് ലോഡ്, അതായത് ഈ വീടിന്റെ ഓണർ ആരാണോ അവരാണ് കൂടുതലും കൊടുത്തു വരുന്നത്. നമ്മൾ താമസിക്കുന്ന ആൾ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം ആണ് കൊടുക്കുന്നത്. അപ്പൊ ചില സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബില്ലും ലാൻഡ് ലോഡ് കൊടുക്കുന്ന രീതിയിലുള്ള റെന്റൽ ഹൗസസ് ഉണ്ട്. പക്ഷെ കൂടുതലും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ പേ ചെയ്യുന്ന പോലെയാണ് കണ്ടുവരുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് ഇവിടെ ഒരുപാട് വരുന്നില്ല. 3 months ഒക്കെ കൂടുമ്പോൾ ഒരു മാക്സിമം പോയ ഒരു $200 to $250 ഒക്കെയാണ് വരാറ്. അത് വലിയൊരു എക്സ്പെൻസ് അല്ല. UK ഒക്കെ കമ്പയർ ചെയ്യുമ്പം അത് ഭയങ്കര കുറവാണ് ഇവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ്, പിന്നെ വാട്ടർ, അതൊക്കെ നമ്മുടെ യൂസേജിനനുസരിച്ച് വരും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവാണ്. മാക്സിമം പോയ ഒരു 300 per 3 months എന്ന് നമുക്ക് പറയാം എല്ലാം കൂടി. അപ്പം അത് ഒരുപാട് എക്സ്പെൻസ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂട്ടിലിറ്റി ബില്ലിന്റെ കാര്യത്തിൽ.
പിന്നെ ഈ ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി ബില്ലുണ്ടല്ലോ, ഇതൊക്കെ സീസൺ അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ ഒരുപാട് തണുപ്പുള്ള വെതർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്ററൊക്കെ ഉപയോഗിക്കും, സെൻട്രലൈസ്ഡ് ഹീറ്റർ അല്ലെങ്കിൽ അല്ലാത്ത ഹീറ്ററൊക്കെ ഉപയോഗിക്കും. അതുപോലെ ചൂടുവെള്ളം നമ്മൾ കുളിക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ വരുമ്പം ഇലക്ട്രിസിറ്റി ബില്ലിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഒത്തിരി ചൂടുള്ള സമയമാണെങ്കിൽ നമ്മൾ AC ഒക്കെ ഫുൾ ടൈം ഇട്ട് അങ്ങനെയും ബില്ലിൽ വ്യത്യാസം വരും. അപ്പം എല്ലാ സീസണിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും ഇലക്ട്രിസിറ്റി ബില്ലിൽ. അതുപോലെ ആളുകൾ കൂടുന്നതിനനുസരിച്ച് വാട്ടറിന്റെയും ഇലക്ട്രിസിറ്റിയും ഒക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പൊ ഞാൻ ഏകദേശമാണ് പറഞ്ഞത്, ഒരു 300, അതായത് 100 പെർ മന്ത് ആണ് വരുന്നത്, $100 പെർ മന്ത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണ്ടതാണ് ഇവിടെ നമ്മൾ താമസിക്കുമ്പം. അപ്പൊ ഞങ്ങളൊക്കെ വന്നത് PR വിസയിലാണ്, പെർമനന്റ് റെസിഡൻസ് വിസ. അപ്പൊ PR വിസയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ആ ഹെൽത്ത് ഇൻഷുറൻസിന് പ്രത്യേകിച്ച് പൈസയൊന്നും അടയ്ക്കണ്ട. പക്ഷെ നമുക്ക് പിന്നെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരിക്കും എന്നല്ല പറയേണ്ടത്, അതിന്റെ എത്രയോ പെർസെന്റേജ് അവർ അടയ്ക്കും. ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതുള്ളൂ. ഒരു ഏകദേശം ഫ്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ വർക്ക് വിസയിലാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന വർക്ക് വിസ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചും അവർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു $250 പെർ മന്ത് ഒക്കെ വരുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൈവറ്റ് ആയിട്ട് എടുക്കാൻ. അപ്പൊ അതായത് നമ്മൾ PR-ലുള്ളപ്പോൾ നമുക്ക് മെഡിക്കെയർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലവർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നവരുണ്ട്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ ഇങ്ങനെ ഡിലേ ആവും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സർജറി വേണം എന്നാണ് ഡയഗ്നോസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ സർജറിക്ക് ഡേറ്റ് കിട്ടിയേക്കുന്ന 1 മാസം കഴിഞ്ഞിട്ടാ. അപ്പൊ 1 മാസം വരെ നമ്മൾ ആ അസുഖം കൊണ്ട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് റെഡി അല്ല. നമുക്കത് റിസ്ക് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സർവീസ് കിട്ടാൻ വേണ്ടി 1 മാസം നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കവർ ആകും. അല്ലാത്തിടത്തോളം സാധാരണ രീതിയിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നത് പബ്ലിക് ഹെൽത്ത് സെക്ടർ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം, വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പം എനിക്കറിയുന്ന ആരും ഈ മെഡിക്കെയർ ഉള്ളവരാരും ഇങ്ങനെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും എടുക്കാറില്ലെന്ന് തോന്നുന്നു PR ഉള്ളവര്. പിന്നെ വർക്ക് വിസയിലാണെങ്കിൽ എന്തായാലും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഏകദേശം ഒരു $250 to $300 പെർ മന്ത് എക്സ്പെൻസ് ആവുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ചൈൽഡ് കെയറിനെ പറ്റിയാണ്. അപ്പൊ ചൈൽഡ് കെയർ ഇവിടെ പല രീതിയിലുണ്ട്. ഫാമിലി ഡേ കെയർ ഉണ്ട്, അല്ലാത്ത ഡേ കെയർ ഉണ്ട് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട്. അപ്പം ഫാമിലി ഡേ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കരിക്കുലം വൈസ് അല്ലെങ്കിൽ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഉണ്ടാവില്ല. ചെറിയ ചെറിയ പാട്ടുകളും സ്റ്റോറി പ്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠിപ്പിക്കലൊന്നും ഉണ്ടാവത്തില്ല ഫാമിലി ഡേ കെയർ ആണെങ്കിൽ. അല്ലാത്ത ഡേ കെയർ ആണെങ്കിൽ അതിന് പ്രത്യേകം സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് 2 തരത്തിലുള്ള ഡേ കെയറുകൾ ഇവിടെ ഉള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ PR ഉള്ളവരോ അല്ലെങ്കിൽ സിറ്റിസൺ ആയിട്ടുള്ളവരോ ആണെങ്കിൽ ചൈൽഡ് കെയറിന് ഓൾമോസ്റ്റ് 50% റിബേറ്റ് ഉണ്ട്. അതായത് 50% നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ ചൈൽഡ് ഡേ കെയറിൽ ഒരു കുട്ടീനെ വിടുവാണെങ്കിൽ ഏകദേശം ഒരു $100 to $150 പെർ ഡേ ആണ് എക്സ്പെൻസ് ആവുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 60 to 150 ആണ് ആക്ച്വലി. പക്ഷെ 60-70 ഒന്നും എവിടെയും കേൾക്കാൻ പോലും ഇല്ല. 100-ന് മേലോട്ടാണ് എല്ലാവരും പേ ചെയ്യുന്നത്. അപ്പം $150 പെർ ഡേ. ഒരു ഡേ എന്ന് പറയുമ്പം 8 hours ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 8 hoursന് $150 ആണ് വരുന്നത് ഏകദേശം. അപ്പം അതിനകത്തൊരു ഏകദേശം പകുതിയോളം നമുക്ക് ഈ ചൈൽഡ് കെയർ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് റിബേറ്റ് ചെയ്ത് കിട്ടും. നമ്മളതിന് PR-ഓ സിറ്റിസൺഷിപ്പോ അതിന് ആവശ്യമായിട്ടുണ്ട്. വർക്ക് വിസ വന്ന് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് അടയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ PR-ഉം സിറ്റിസൺ ആയിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു സാലറിന്റെ ഒരു കാറ്റഗറി ഉണ്ട്. ആ സാലറി ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മേലെയാണ് ഇയർലി അവരുടെ സാലറി എങ്കിൽ നമ്മൾ ഈ പിള്ളേരുടെ ഹാഫ് പൈസ പേ ബാക്ക് കിട്ടുന്നതിന് നമ്മൾ എലിജിബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അതിന്. പക്ഷെ എനിക്ക് തോന്നുന്നു നഴ്സസിനൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. 2 പേരും നേഴ്സായിട്ടുള്ളവർക്കും അങ്ങനെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങളുടെ ബേബിക്ക് ഇതുവരെ ചൈൽഡ് കെയർ സെറ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത് അറിയില്ല എത്രത്തോളം പേ ബാക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്.
പിന്നെ അടുത്ത കാര്യം വന്നിട്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരു സിസ്റ്റമാണ് കേട്ടോ ഇവിടെ. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഇവിടെ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ആയിട്ട് വിടാം. അപ്പം അതും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ PR വിസയിൽ സിറ്റിസൺഷിപ്പ് ഒക്കെ ഇവിടെ ഉള്ളവരാണെങ്കിലാണ് നമുക്ക് പബ്ലിക് ആയിട്ടുള്ള സ്കൂളുകൾ നമുക്ക് പിള്ളേരെ വിടാൻ പറ്റുക. അപ്പം നമ്മൾ വർക്ക് വിസയിലാണ് വന്നെങ്കിൽ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പബ്ലിക് ആണെങ്കിൽ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പിന്നെ ചെറിയ ചെറിയ എക്സ്പെൻസ് ഒക്കെ വരും, ലൈക്ക് യൂണിഫോം, ബാഗ്, അങ്ങനത്തെ ബുക്സ് അങ്ങനെയൊക്കെ വാങ്ങാനുള്ള എക്സ്പെൻസ് മാക്സിമം ഒരു 200 or 300 പെർ ഇയർ ആണ് അവിടെ ചിലവാകുന്നുള്ളൂ നമ്മൾ പബ്ലിക് സ്കൂളിലാണ് വിടുന്നതെങ്കിൽ. പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂള്. അപ്പം ഇനി പ്രൈവറ്റ് സ്കൂളുകളിലാണ് വിടുന്നതെങ്കിൽ അതിനും കുറേ കാറ്റഗറീസ് ഉണ്ട്. ക്രിസ്ത്യൻ സ്കൂള്, കാത്തലിക് സ്കൂള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഒത്തിരി എക്സ്പെൻസ് ആവുന്ന സ്കൂളുകളും ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യൻ അല്ല, കാത്തലിക് സ്കൂളുകൾക്കൊക്കെ ഏകദേശം ഒരു $3,000 പെർ ഇയർ ഒക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും തോറും അത് ഈ എന്താ പറയാ, ഈ എക്സ്പെൻസും കൂടി പോകും. അപ്പം ഇങ്ങനെയാണ്. ഞാനൊരു ഏകദേശം പറയുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സുകൾക്കൊക്കെ ഒരു $3,000 പെർ ഇയർ പേ ചെയ്യണം. പിന്നെ അത് കൂടാതെ നമ്മൾ പിന്നെ സ്കൂൾ ബസ്സിലാണ് വിടുന്നതെങ്കിൽ സ്കൂൾ ബസ്സിന്റെ എക്സ്പെൻസ്, പിന്നെ അതുപോലെ തന്നെ യൂണിഫോം, ബുക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റിലും വരുന്നുണ്ട്. പബ്ലിക്കിലാണെങ്കിൽ അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, സ്കൂൾ ബസ്സും യൂണിഫോം, ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം കൂടുതലും ഇവിടെയൊക്കെ വരുന്ന മലയാളികൾ, നമ്മളെ പോലുള്ള ആളുകൾ കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളിലാണ് കുട്ടികളെ വിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പബ്ലിക് സ്കൂൾ നല്ലതാണ്, നല്ല എഡ്യൂക്കേഷൻ, ഒരേ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തിനാണ് പ്രൈവറ്റ് വിടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവനവന്റെ പിള്ളേരെ എവിടെ വിടണം എന്നുള്ളത്. പക്ഷെ അൺലെസ് അത് നല്ലൊരു സേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് സ്കൂളിൽ തന്നെ വിടുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മളൊക്കെ പബ്ലിക് സ്കൂളിൽ പഠിച്ചു വന്നവരല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എവിടെ വിടണം എന്നുള്ളത്. അവരങ്ങനെ പൈസ മുടക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വിടാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം ഒരു $2,000 to $3,000 പെർ ഇയർ ആവുന്നുണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പോലും പ്രൈവറ്റ് സ്കൂളിലാണ് നമ്മൾ വിടുന്നതെങ്കിൽ. ഇനി നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ മാത്രം നമുക്ക് പിന്നെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് ഇവിടെ സാധിക്കത്തേ ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും. അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളുണ്ടല്ലോ, സിഡ്നി, മെൽബൺ അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ വലിയ സിറ്റികളിൽ എക്സാക്ട്ലി ആ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഇഷ്ടംപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അല്ല, നമ്മൾ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണ്, റീജിയണൽ ഏരിയകളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ വീട്ടിലും തന്നെ എന്തായാലും ഒരു മിനിമം ഒരു കാറെങ്കിലും ഉണ്ടാവും. പിന്നെ രണ്ടാളും വർക്ക് ചെയ്യുന്നവരാണ്, രണ്ട് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, 2 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ 2 വണ്ടി ഉള്ളവരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കാരണം 2 പേർക്കും 2 വണ്ടി എടുത്ത് വർക്കിന് പോകേണ്ടി വരും 2 പേർക്കും. അപ്പം അങ്ങനെയാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പം നമ്മളെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതും എക്സ്പെൻസ് ആണ്. വണ്ടി വാങ്ങിക്കുന്നത് തന്നെ ഫസ്റ്റ് ഒരു കടമ്പയാണ്. അപ്പൊ വണ്ടി മേടിക്കുന്നത് നമുക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനാൻസ് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എത്ര രൂപ അടയ്ക്കുന്നോ അതിനനുസരിച്ചിരിക്കും ബാക്കി പൈസ മാസം അല്ലെങ്കിൽ വീക്കിലി അടച്ച് നമ്മൾ ഫൈനാൻസ് തീർക്കാന്നുള്ളത്. അപ്പം അതെനിക്ക് എത്രയാന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരും വാങ്ങിക്കുന്ന വണ്ടി എത്ര രൂപയ്ക്ക് വാങ്ങി എത്ര രൂപ കൊടുത്തു എന്നൊക്കെ അനുസരിച്ചിരിക്കും ആ ഫൈനാൻസിന്റെ ഒരു പേയ്മെന്റ് മന്ത്ലി എത്ര വരുമെന്ന് അത് ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും. സോ അതുകൊണ്ട് അതെനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ രീതിയിലിരിക്കും. ചിലർ ഫുൾ പേയ്മെന്റ് കൊടുത്ത് മേടിച്ചവരായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ വണ്ടീന്റെ ഫൈനാൻസിന്റെ കാര്യം പറയുന്നില്ല. പക്ഷെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ പെട്രോള് ഒരു മാസത്തേക്ക് നമ്മൾ അടിക്കേണ്ടി വരും. 1, 2, 3 തവണ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും. ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് വീക്കെൻഡിൽ ട്രിപ്പുകളൊക്കെ പോകാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ലോക്കൽ ഓട്ടത്തിനൊക്കെ ആയിട്ട് 1-2 തവണയൊക്കെ എന്തായാലും നമ്മൾ ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും പെട്രോളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വണ്ടീന്റെ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസിനും കുറേ കാറ്റഗറി ഉണ്ട്. പിന്നെ വണ്ടിക്ക് തന്നെ ഉള്ളത്, നമ്മളെയും കൂടെ തേർഡ് പാർട്ടീനെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ കാറ്റഗറി ഉണ്ട്. ഏകദേശം ഒരു $400 പെർ ഇയർ ഒക്കെയാണ് ഇൻഷുറൻസ് ഇവിടെ ആവുന്നത്. UK ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ UK
ഇന്ത്യനൊക്കെ കമ്പയർ ചെയ്യുമ്പം വണ്ടീൻ്റെ ഇൻഷുറൻസ് ഇവിടെ വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇയർലി നമ്മുടെ വണ്ടി രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഒരു ചിലവ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇയർലി പിന്നെ രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടി ഏകദേശം ഒരു $550 ഒക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. പിന്നെ വണ്ടീൻ്റെ മെയിൻ്റെനൻസ് എന്താ, പെട്രോളും ഇയർലി രജിസ്ട്രേഷൻ പിന്നെ ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങളാണ് വണ്ടിക്ക് വരുന്ന എക്സ്പെൻസ് വരുന്നത്. അത് ഏത് വണ്ടിയാണെന്നനുസരിച്ചും ഒക്കെ ഈ പറഞ്ഞ രൂപകളിലൊക്കെ അല്ലെങ്കിൽ ഡോളറുകളിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഇന്റർനെറ്റിനെ പറ്റിയാണ്. ഇപ്പൊ ഇന്റർനെറ്റ് ഇവിടെയുള്ള എല്ലാ വീടുകളിലും വൈഫൈ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും തന്നെ വൈഫൈ മേടിക്കും. അപ്പം വൈഫൈന്റെ കുറേ പ്ലാനുകൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ നാട്ടിലും ഉണ്ട് കുറേ പ്ലാൻസുകൾ. അപ്പോൾ ഒരു മിനിമം ഒരു $75 പെർ മന്ത് എങ്കിലും വൈഫൈക്ക് ഇവിടെ ചിലവാകുന്നുണ്ട്. പിന്നെ വൈഫൈ കൂടാതെ പേഴ്സണലായിട്ട് നമ്മുടെ മൊബൈൽ ഇന്റർനെറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ചിലവർ അങ്ങനെ ഫോണിൽ ഇന്റർനെറ്റ് ചെയ്യില്ലായിരിക്കും, നമ്മൾ വീട്ടിൽ നിന്ന് വൈഫൈ ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു സെറ്റപ്പിൽ. ചിലവർക്ക് ഫോണിൽ ഇന്റർനെറ്റ് വേണമായിരിക്കും നാട്ടിലോട്ടൊക്കെ കോൾ ചെയ്യാൻ, ഈ വാട്സപ്പ് കോളൊന്നും അല്ലാതെ കോൾ ചെയ്യാനൊക്കെ ഉള്ള ഓഫറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അല്ലാതെയും ചെയ്യും. അപ്പം വൈഫൈക്ക് ഒരു $75 പെർ മന്ത് ആണ് ഏകദേശം ആവുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ എന്താ പറയുക, റീചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഒരു $35 പെർ മന്ത് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഒരു 4 ആളുള്ള വീടാണെങ്കിൽ 4 ആൾക്കും ഇങ്ങനെ ഫോണിലും റീചാർജ് ചെയ്ത് വൈഫൈയും കൂടി ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം എക്സ്പെൻസ് ആവുന്നുണ്ട്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഗ്രോസറീസിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ആദ്യം പറയേണ്ടത്. കാരണം നമുക്ക് ബാക്കിയെല്ലാം ഇല്ലാതെ വേണമെങ്കിൽ ജീവിക്കാം, പക്ഷെ ഗ്രോസറീസ് ഇല്ലാതെ അല്ലെങ്കിൽ സാധനങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ലല്ലോ. അടുക്കളയിലോട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഗ്രോസറീസിന് അതും ഡിപ്പെൻഡ് ആണ്, നമ്മൾ എങ്ങനെ കഴിക്കുന്നു, എന്തൊക്കെ കഴിക്കുന്നു, എത്ര പേര് വീട്ടിലുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു 3-4 പേരുള്ള ഒരു വീട്ടിലെ എക്സ്പെൻസിനെ പറ്റി ആട്ടോ ഞാൻ പറയുന്നത്, ഗ്രോസറീസിന്റെ എക്സ്പെൻസിനെ പറ്റി. അപ്പം ആഴ്ചയിൽ ഞാൻ പറയാം, ഒരാഴ്ചയിൽ മാക്സിമം പോയ ഒരു 100 അല്ലെങ്കിൽ ഒരു $80 to $125 പെർ വീക്ക് അങ്ങനെ ആയിരിക്കും മിക്കവാറും വരാൻ സാധ്യത. അതായത് നമ്മൾ ലാവിഷായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൂട്ടുന്നതിനാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ചുരുക്കി അങ്ങനെ അത്രയും പൈസ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ അതിനൊരു ഇതും വിചാരിക്കാതെ നമ്മൾ എല്ലാ സാധനങ്ങളും നല്ല ലാവിഷായിട്ട് കഴിയുവാണെങ്കിലാണ് ഏകദേശം ഒരു $100 പെർ വീക്ക് വരും. അങ്ങനെ ആകുമ്പം ഒരു മാസത്തിൽ 400 വരും. ഏകദേശം ഒരു 4 ആളുള്ള ഒരു ഫാമിലിയിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പൊ സ്റ്റുഡന്റ് ലൈഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് ഇതിന്റെ പകുതി പോലും എക്സ്പെൻസ് ആവാൻ സാധ്യതയില്ല. കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ്, മനുഷ്യന്മാർ അങ്ങനെയാണ്. അത് ചെലവിനനുസരിച്ച് വരവിനനുസരിച്ച് ചെലവ് നമ്മൾ കുറയ്ക്കും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും. അപ്പൊ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്നവർക്ക് അവർക്കറിയാം എത്ര രൂപയ്ക്ക് അവർക്ക് ചെലവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഗ്രോസറീസ് ഒക്കെ കുറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം $100 പെർ വീക്ക് എല്ലാവർക്കും ആവണമെന്നില്ല. ലാവിഷായിട്ട് സാധനങ്ങൾ വാങ്ങുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റിക്രിയേഷൻ ആണ് കേട്ടോ. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ വീക്കെൻഡിലൊക്കെ ട്രിപ്പ് പോകുന്നതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റുന്നത്. അതായത് ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഫ്രീ ആയിട്ട് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അപ്പം അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന എക്സ്പെൻസ്, അതായത് വണ്ടിക്കുള്ള എണ്ണ, പിന്നെ നമുക്കുള്ള എണ്ണ, ഇതിനെല്ലാം കൂടിയാണ് അവിടെ എക്സ്പെൻസ് ആവുന്നത്. അപ്പം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലോട്ടും പോകണമെങ്കിൽ അത്യാവശ്യം ഒരു ½ ആൻ അവർ എങ്കിലും മിനിമം ട്രാവൽ ചെയ്യാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പം ½ ആൻ അവർ ട്രാവൽ ചെയ്ത് പോകുന്നതിന് നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ വേണമല്ലോ. വണ്ടീന് പെട്രോൾ അടിക്കണം, നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോവുമോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കുകയോ, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കുന്ന കാര്യങ്ങളോ. അപ്പൊ അങ്ങനെ എന്താണെങ്കിലും മാസം ഒരു 300-400 ഒക്കെ നമുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പം 4 ആഴ്ച നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ എന്തായാലും, അതായത് ടിക്കറ്റ് ഒന്നും ഇല്ലാത്തൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് ട്രിപ്പൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പോലും മിനിമം ഒരു $400 എങ്കിലും നമ്മൾ ഒരു മാസത്തേക്ക് റീക്രിയേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പം ഏകദേശം ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എല്ലാം കവർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓസ്ട്രേലിയയിൽ ചെലവ് വരുന്നത്. ഇനി ഓസ്ട്രേലിയ വരവിനെ പറ്റി, അതായത് ഒരു നേഴ്സിന്റെ സാലറിനെ പറ്റി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നേഴ്സിന് എത്ര സാലറി വരും, അതുപോലെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ എന്തൊക്കെ ജോലി സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് മാറിയ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നിങ്ങൾ കട്ടാക്കുന്നതിന് മുമ്പ് വീഡിയോ മാറ്റി പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.